ക്രിസ്തുവിൽ പ്രിയരെ, ഈ ലോകത്ത് ശതകോടിക്കണക്കിന് മനുഷ്യരുണ്ട്. പക്ഷേ അവരിൽ ഒരാൾ പോലും മറ്റൊരു വ്യക്തിയെ പോലെയല്ല. നിങ്ങളുടെ വിരലടയാളം പോലും ലോകത്ത് മറ്റാർക്കുമില്ല. എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഇത്ര സവിശേഷമായി സൃഷ്ടിച്ചത്? നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജനനം കേവലം ഒരു ആകസ്മികതയാണോ അതോ കൃത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമാണോ എന്ന്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുൻപേ സ്വർഗത്തിലെ ദൈവം നിങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഡിസൈനുണ്ട്, ഒരു ഡെസ്റ്റിനിയുണ്ട്. ഇന്ന് നാം സംസാരിക്കുന്നത് ആ മഹാസത്യത്തെക്കുറിച്ചാണ്. സത്യത്തിൽ നാം ആരാണ്? ആദ്യമായി നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു അറിവുണ്ട്. നിങ്ങൾ കാണുന്ന ഈ മാംസവും രക്തവും മാത്രമല്ല നിങ്ങൾ. വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഞാൻ ഒരു ആത്മാവാണ്, എനിക്കൊരു ദേഹിയുണ്ട്, ഞാൻ താൽക്കാലികമായി ഒരു ശരീരത്തിൽ വസിക്കുന്നു. ഇവിടെ 3 കാര്യങ്ങൾ നാം തിരിച്ചറിയണം. എൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഈ ശരീരത്തിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദൗത്യം പൂർത്തിയാക്കുവാനാണ്. പലപ്പോഴും നാം നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഭക്ഷണം, വസ്ത്രം, സുഖസൗകര്യങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ ഉള്ളിലെ ആത്മാവിനെ മറന്നു പോകുന്നു. ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതുകൊണ്ട് ദൈവത്തെ കണ്ടെത്തിയാൽ മാത്രമേ ആ ആത്മാവിന് സമാധാനം ലഭിക്കൂ. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു പ്ലാൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. ഒരു വസ്തു നിർമ്മിക്കുന്നതിന് മുൻപ് ഒരു എഞ്ചിനീയർ പ്ലാൻ തയ്യാറാക്കുന്നത് പോലെ ദൈവം നിങ്ങളെക്കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി ആ പ്ലാനിങ്ങിനനുസരിച്ചാണ് നിങ്ങളെ രൂപകൽപ്പന ചെയ്തത്. നിങ്ങളുടെ കഴിവും സ്വഭാവവും സാഹചര്യങ്ങളും എല്ലാം ആ പദ്ധതിക്ക് അനുയോജ്യമായ രീതിയിലാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് വികാരങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് അവിടുത്തെ ലക്ഷ്യങ്ങൾക്കനുസരിച്ചാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ അതിനെ തടയുവാൻ ശത്രുവായ പിശാച് എപ്പോഴും ശ്രമിക്കും. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, മാനസിക വിഷമങ്ങൾ എന്നിവയിലൂടെ നിങ്ങളുടെ ശ്രദ്ധ മാറ്റുവാൻ അവൻ നോക്കും. പലരും തങ്ങളുടെ പ്രശ്നങ്ങളിൽ മാത്രം നോക്കി നിന്ന് ദൈവവിളി മറന്നു പോകുന്നു. എന്നാൽ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളേക്കാൾ വലുതാണ്. കാരണം നിങ്ങളെ അയച്ചവൻ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് താൽക്കാലികമായ ഭൗതിക നേട്ടങ്ങൾക്കല്ല, മറിച്ച് അവിടുത്തെ രാജ്യത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനാണ്. എങ്ങനെയാണ് ഈ ദൈവിക പദ്ധതിയിൽ ജീവിക്കുവാൻ കഴിയുക? ആദ്യമായി നാം പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. സ്വന്തം ശക്തിയാൽ ദൈവഹിതം പൂർത്തിയാക്കുവാൻ ആർക്കും കഴിയില്ല. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക. നിങ്ങൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണോ അവിടെ ദൈവത്തിന് പ്രസാദകരമായത് മാത്രം ചെയ്യുക. നിങ്ങളുടെ സ്ക്രോൾ അഥവാ നിങ്ങളെക്കുറിച്ച് ദൈവം എഴുതി വച്ചിരിക്കുന്ന ആ സ്വർഗീയ ഗ്രന്ഥം തുറക്കുവാൻ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതം അർത്ഥശൂന്യമല്ല. നിങ്ങൾ ഒരു വലിയ മിഷൻ്റെ ഭാഗമാണ്. ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ദൈവം നിങ്ങളെ വഴി നടത്തും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കായും ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുതകരമായ സ്വർഗീയ പദ്ധതികൾ ഈ മക്കളുടെ ജീവിതത്തിൽ
ഇന്ന് തന്നെ വെളിപ്പെട്ട് തുടങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, പലപ്പോഴും ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും കാരണം തളർന്നു പോയവരും ലക്ഷ്യമില്ലാതെ അലയുന്നവരുമായ എൻ്റെ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെക്കുറിച്ച് എഴുതിയ ആ സ്ക്രോൾ അഥവാ ആ സ്വർഗീയ പുസ്തകം അവരുടെ ആത്മാവിന് മുൻപിൽ തുറക്കപ്പെടട്ടെ. അവരെ ശല്യം ചെയ്യുന്ന പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും മനസ്സിനെ അലട്ടുന്ന അനാവശ്യ ചിന്തകളിൽ നിന്നും ഇപ്പോൾ തന്നെ അവർക്ക് വിടുതൽ നൽകണമേ. കർത്താവെ, ഞങ്ങൾ വെറുമൊരു മാംസപിണ്ഡമല്ല, അങ്ങയുടെ തേജസ്സുള്ള ആത്മാക്കളാണെന്ന് സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ ഇഷ്ടം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. പരിശുദ്ധാത്മാവെ, അവിടുത്തെ ശക്തിയാൽ ഈ മക്കളെ അഭിഷേകം ചെയ്യണമേ. അവരുടെ കുടുംബങ്ങളിലും ജോലിസ്ഥലത്തും വ്യക്തി ജീവിതത്തിലും ദൈവീക സമാധാനം നിറയട്ടെ. കർത്താവെ, രോഗികളായിരിക്കുന്നവരെ അവിടുത്തെ വചനത്താൽ സൗഖ്യമാക്കണമേ. അവിടുത്തെ മഹത്വത്തിനായി മാത്രം ഈ മക്കളെ അങ്ങ് വലിയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ആമേൻ.